ഇന്ന് നമ്മുടെ ഇത്താളെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അതിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. 4 വയസ്സായി. ഇനി കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടോ കൊച്ചാ. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് പോക്കുന്നു തോന്നുന്നത്. രണ്ടുപേരും ഒന്നിച്ചിരുന്നൊക്കെ കേക്ക് കഴിക്കുന്നത്. 4 വയസ്സായതിന്റെ സന്തോഷം നോക്ക് മുഖത്തുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാ കേട്ടോ. ബോണ്ടാ അല്ല ബോണ്ട്. ഞാനാ കേട്ടോ കൊച്ചിന് കേക്ക് വാങ്ങി കൊടുത്ത്. അത് മുതലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കേക്കൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് 27 പള്ളിയിൽ പോവാം. ബാക്കി ഇനി അവിടെ കാണാം. നമ്മൾ പാടെ ബൈക്കും എടുത്ത് പള്ളിക്ക് പോകാണ്. പള്ളിക്ക് പോകാൻ നേരത്തെ വിളിച്ചിട്ട് പറയാം തേങ്ങാച്ചോറ് കഴിക്കാൻ വേണ്ടി സലാഡ് ഉണ്ടാക്കാൻ. അങ്ങനെ സലാഡ് ഉണ്ടാക്കാൻ പോകും. അങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി നമ്മൾ സവാള കൊടുക്കാന്ന് അരിയാണ്. തലക്കിട്ട് അടി കിട്ടിയപ്പോൾ നമ്മൾ ഇത്രയും കാര്യം. പക്ഷേ സവാള വരുമ്പോൾ കരഞ്ഞ് കടയിൽ കുടുകൂടാന്ന് വെള്ളം വരും. ഇവരൊന്ന് നോമ്പ് തുറന്നിട്ട് ഒരു കഴിക്കാണ്ട് വന്നതെന്ന് തോന്നുന്നത്. ഇവനൊന്നും ജീവിതത്തിൽ എന്റെ വീട്ടിൽ കഴിച്ചു വരാം. നോക്ക് ഇവനൊക്കെ മുട്ടിപ്പിക്കും. പപ്പടം എടുക്കുന്നു, ബീഫ് എടുക്കുന്നു, എല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ സാധനം ഉണ്ടാക്കി എടുത്തിട്ട് വേണ്ടി നമുക്ക് തേങ്ങാച്ചോറ് കഴിക്കാം. 12 മണിയാകുമ്പോൾ ഷാർപ്പ് 12 മണിക്ക് നമുക്ക് തേങ്ങാച്ചോറ്. ഈ നിൽക്കുന്ന ഒറ്റ ഒരുത്തിനും പള്ളിയും കണ്ടില്ല, പട്ടം കണ്ടില്ല. അവന്മാർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ തേങ്ങാച്ചോറ് എപ്പോൾ വിളമ്പോ അത് കഴിക്കാനുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഉസ്താദ് കഴിച്ചോളാം മൈക്കിൽ വിളിച്ച് പറഞ്ഞത്. നോക്ക് ഒറ്റ ഒരുത്തിന്റെ വീട്ടിൽ ഫുഡില്ലാത്തവന്മാരെ പോലെ ആക്രാന്തവും പപ്രാളവും പരവേഷവും എന്തായാലും കാണിക്കുന്നത്. തേങ്ങാച്ചോറ് കാണാത്ത പിള്ളേരെ പോലെ നമ്മൾ ഡീസൻ ആണോ ഇത് തൊട്ടിട്ട് പോലും ഇല്ല. നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ട് നമ്മൾ പാടെ അവിടെ എസ്കേപ്പ് അടിച്ചു. അല്ലെങ്കിൽ ഇവന്മാർക്ക് ശല്യത്തിന് വരും. പടച്ചോനെ ഇവന്റെ അവസ്ഥ നോക്കും. മുഖത്ത് ഫ്ലാഷ് അടിച്ച് വെച്ചേക്കും. ഇച്ചിരി കറുപ്പ് കൂടി പോയി. ഞാൻ പറഞ്ഞ കറുപ്പിന് 7 കാണാൻ പോകും, നീ കഴിച്ചോളാം. അങ്ങനെ ഫുഡ് കഴിപ്പെല്ലാം അതിന്റെ പള്ളിയിൽ നമസ്കരിച്ച് നമ്മൾ റൗണ്ട്സ് അടിക്കാൻ നമ്മൾ പോകാണ്ട് പള്ളി തന്നെ അടങ്ങി മര്യാദയ്ക്ക് ഇരുന്നാൽ പോയത് അബദ്ധം പോയി. വണ്ടി പിടിച്ച് അതിന്റെ പൈസ ഇനി കൊടുക്കണം. പക്ഷെ നമുക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ കൂടി ഭയങ്കര കലാപമായിരുന്നു. 5000 രൂപ വണ്ടി ഇടിപ്പിച്ച് 5000 രൂപ കൊടുക്കണം അവർ പറഞ്ഞു. അതിന്റെ ടെൻഷൻ എന്തോ എല്ലാം പറയും. അതൊന്നും കേൾക്കാൻ നമുക്ക് സമയത്ത് നമ്മളവിടെ വണ്ടി എടുത്ത് എസ്കേപ്പ് അടിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്ത് കമന്റ് വിത്ത് ഫോളോ.